ഈ IAS തലപ്പത്തെ പോരിന് സമൂഹ മാധ്യമങ്ങൾ മറ്റു മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങൾ അടക്കമുള്ളവ സാക്ഷിയായതാണ് പൊതുജനങ്ങളും. ഇനി അതിന്മേൽ എൻ പ്രശാന്ത് IASന് എന്ത് പറയാനുണ്ട്, എന്താണ് അതിലെ സത്യം എന്നുള്ളൊരു കാര്യം ജനം TV തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ വിശദാംശങ്ങളാണ് ഇതിലുള്ളത്. തന്നെ കൊടുക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക് വ്യാജരേഖയുണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പഴയ തീയതിയിൽ 2 കത്തുകൾ വ്യാജമായി നിർമ്മിച്ചു. സെക്രട്ടേറിയറ്റിലെ ഈ ഓഫീസ് രേഖകളിൽ ഇത് വ്യക്തവുമാണ്. മാധ്യമങ്ങളിൽ തനിക്കെതിരെ വന്ന രേഖകൾ ജയതിലകിന്റെ ഓഫീസിൽ നിന്ന് നൽകിയതാണ്. താൻ അറിയാതെ തന്റെ ഈ ഓഫീസ് ID-യിൽ നിന്ന് ചില ഫയലുകൾ നീക്കം ചെയ്തു എന്നാണ് പ്രശാന്തിന്റെ ഗുരുതര ആരോപണം. ജനം TVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ. 5-ാം മാസം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് എല്ലാ ഡോക്യുമെന്റും അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓൾ ഫയൽസ് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻ ദ പൊസഷൻ ഓഫ് ദ ഫോർമർ CEO ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് വെച്ചാൽ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാം എന്ന് തന്നെ പറയുന്നെങ്കിൽ അത് മിനിസ്റ്ററുടെ ഓഫീസിൽ കിട്ടി. മിനിസ്റ്റർ അത് ഡോക്ടർ ജയതിലകിന് കൈമാറുകയും ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ് 5-ാം മാസത്തിലുണ്ട് കേട്ടോ. 6-ാം മാസം ഇല്ല എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുന്നു, 7-ാം മാസം ഒരു കത്ത് കൊടുക്കുന്നു. ഈ 2 കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജയതിലക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ട് എന്നിട്ട് കൃത്യമായിട്ട് ഒരു പത്രത്തിൽ അച്ചടിച്ച് വരുന്നു, വാർത്തയാവുന്നു. നമ്മൾ വിചാരിക്കും എല്ലാം കൊള്ളാമല്ലോ. പക്ഷെ നിങ്ങൾ നോക്കണ്ടെന്ന് ഇതെല്ലാം ഞാൻ പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളതാണ്. ഈ ഓഫീസ് സംവിധാനം ഉണ്ടല്ലോ ഇവിടെ, ഈ ഓഫീസ് തുറന്ന് ചുമ്മാ നോക്കിയാൽ മതി. ഇത് ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ ജയതിലക് തന്നെ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ കുറേ മാധ്യമങ്ങൾക്ക് റിലീസ് ചെയ്ത് കൊടുത്തു. ഈ ഓഫീസ് ഡൗൺലോഡ് ചെയ്ത് ആരെ ഡൗൺലോഡ് ചെയ്തതിന് അതിൻ്റെ താഴത്തല വരും. അപ്പോൾ ഡോക്ടർ ജയതിലകിൻ്റെ ഓഫീസിൽ ഡൗൺലോഡ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം സർക്കുലേറ്റ് ചെയ്തതാണ്. എനിക്കെതിരെ എന്തോ വലിയ സംഭവം എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ടെക്നോളജി അറിയാത്തതുകൊണ്ടായിരിക്കും. ഈ ഓഫീസിനകത്ത് തന്നെ നോക്കിയാൽ ഈ 6-ാം മാസവും 7-ാം മാസവും കിട്ടിയെന്ന് പറഞ്ഞ 2 കത്തുകൾ, ഡോക്ടർ ഈ ഗോപാലകൃഷ്ണൻ കൊടുത്ത കത്തുകൾ 2 പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കത്തിലും ഫയൽ നമ്പർ ഇല്ല, ആ കത്തിന് ലെറ്റർ നമ്പർ ഇല്ല, ലെറ്റർ ഹെഡിലല്ല. ഇദ്ദേഹം SC ഡയറക്ടർ എന്ന് പറഞ്ഞ് കൊടുത്തതായിട്ടാണ് ഈ 2 കത്തുകളും കാണുന്നത്. ഇത് അത്ര നിഷ്കളങ്കമല്ലായിരുന്നു. എങ്ങനെയാണ് 2 IAS ഉദ്യോഗസ്ഥർക്ക് ഇതിന് ധൈര്യം വരിക? മറ്റൊരു IAS ഓഫീസർക്കെതിരെ ഫേക്ക് ആയിട്ടുള്ളൊരു 2 ഫേക്ക് ഡോക്യുമെന്റ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. 6-ാം മാസവും 7-ാം മാസവും 2 ഫേക്ക് ആയിട്ടുള്ള, എന്ന് മാത്രമല്ല ഇതിൽ ഡോക്ടർ ജയതിലക് തെറ്റായ ഒരു ഫേക്ക് ആയിട്ടുള്ള ഡേറ്റ് പോലും ഇനീഷ്യൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ. അതായത് അന്നേ ഡേറ്റിൽ കിട്ടി എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണ് ഈ ഓഫീസിലുണ്ട്. ഈ ഓഫീസിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് അത് സ്കാൻ ചെയ്ത് കയറ്റിയിരിക്കുന്നത്. അത്ര പോലും വ്യക്തത ആ സിസ്റ്റത്തിനകത്തുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. നിഖിൽ, ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്റെ രേഖകളിൽ കൃത്രിമത്വം വരുത്താൻ, അതും ഈ ഓഫീസ് രേഖകളിൽ കൃത്രിമത്വം വരുത്താനുള്ള ശ്രമങ്ങൾ, അതിൽ ഈ മറുവാദം ഉന്നയിക്കുകയാണല്ലോ എൻ പ്രശാന്ത്. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? ആദ്യം ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ജയതിലക് തനിക്കെതിരെ മനഃപൂർവ്വമായി വ്യാജരേഖ ചമയ്ക്കുകയായിരുന്നു എന്നാണ് എൻ പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത്. അതിന് കൃത്യമായി അദ്ദേഹം കാര്യങ്ങളടക്കം വിശദീകരിക്കുന്നുമുണ്ട്. അതായത് താൻ ഉന്നതിയുമായി ബന്ധപ്പെട്ട ചില രേഖകളാണ് പ്രശാന്തിനെതിരെ ആദ്യമായി ഒരു ആരോപണം ഉയർന്നതും ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് ഉന്നതിയുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കാണാനില്ല. അദ്ദേഹം അവിടെ നിന്ന്, അതായത് SC വകുപ്പിൽ നിന്ന് പോയതിനു ശേഷം ഈ രേഖകൾ മടക്കി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. എന്നാൽ അതിന് കൃത്യമായൊരു മറുപടി തന്നെ പ്രശാന്ത് നൽകുന്നുണ്ട്. അതായത് ഉന്നതിയുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ താൻ കൃത്യമായി മടക്കി നൽകിയിട്ടുണ്ട്, അതിന് സർക്കാർ രേഖകളുണ്ട് എന്ന് പ്രശാന്ത് തന്നെ പറയുന്നുണ്ട്. അതിന് പ്രശാന്ത് ഒരു രേഖയും പറയുന്നുണ്ട്. അതായത് 5-ാം മാസം 2024 5-ാം മാസം 14-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ സെക്രട്ടറി ശ്രീജ PS നൽകിയൊരു കത്ത് ഉണ്ട്. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം എൻ പ്രശാന്ത് മുഴുവൻ രേഖകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, അതായത് ഫോർമർ CEO എല്ലാ രേഖകളും ആവശ്യമുള്ള എല്ലാ ഫയലുകളും ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമാണ് ഇവിടുന്ന് റിലീവ് ചെയ്തത് എന്നുള്ളത് കൃത്യമായൊരു രേഖ തന്നെ സർക്കാർ ഈ നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ ഈ ഓഫീസ് രേഖകളിൽ അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി തന്നെ ഈ വ്യാജരേഖകൾ ചമയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ലെറ്റർ ഹെഡോ കൃത്യമായി ഫയൽ നമ്പറോ ഇല്ലാത്ത കത്തുകൾ തനിക്കെതിരെ, അതും 6-ാം മാസത്തിലും 7-ാം മാസത്തിലും ആ ഒരു കത്തുകൾ ഉണ്ടാക്കുന്നു. ആ കത്തുകൾക്ക് കൃത്യമായ ഫയൽ നമ്പറോ
ലെറ്റർ ഹെഡോ ഇല്ലാതെയാണ് ഈ കത്തുകൾ രണ്ടും ഉണ്ടാക്കിയത് എന്ന് പ്രശാന്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 കത്തുകളും ഈ ഓഫീസിൽ, അതായത് തനിക്കെതിരെ വന്ന അന്വേഷണത്തിൽ ഒരു ഇതിൽ താൻ ഫയലുകൾ അല്ലെങ്കിൽ കൃത്യമായി ഫയലുകൾ മടക്കി നൽകിയില്ല എന്നുള്ള ഒരു പരാതിയിൽ ഈ 2 കത്തുകളും അപ്ലോഡ് ചെയ്യുന്നത് 8-ാം മാസം 1-ാം തീയതിയാണ്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് ഈ കത്തുകൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്.